ഹായ് ഫ്രണ്ട്സ്, ദുബായിൽ നിന്ന് നമ്മുടെ അനുമോള് നമ്മുടെ കേരളത്തിലേക്ക് ലാൻഡ് ചെയ്തു. അത് ട്രിവാൻഡ്രത്തല്ല അനുമോൾ ഇറങ്ങിയിരിക്കുന്നത്, നെടുമ്പാശ്ശേരിയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾക്ക് മാളയിലൊരു പ്രോഗ്രാം ഉണ്ട് നാളെ. അപ്പോൾ തൃശ്ശൂർ ഇതിലാണ്. അപ്പോൾ നെടുമ്പാശ്ശേരി ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ മാളയിലത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ട്രിവാൻഡ്രത്തേക്ക് പോകാമല്ലോ എന്നുള്ള ലെവലാണ് അവിടെ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇറങ്ങിയ അപ്പം മുതൽ അനുമോളെ കൂവി വിളിക്കുക, എന്താണ് ഒരു മനുഷ്യനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കണം. ഓൺലൈൻ മീഡിയാസ് ചുറ്റും കൂടി നിന്ന് അനുമോളെ കളിയാക്കി വെച്ചിരിക്കുന്നു. ഓരോ ചോദ്യങ്ങൾ, അതായത് അസ്ഥാനത്തുള്ള ചോദ്യങ്ങൾ, കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ, ഇതിനൊക്കെ അനുമോൾ മറുപടി പറയുന്നുണ്ട്. പക്ഷെ അനുമോൾ എന്നൊരു വ്യക്തി ഇവരെല്ലാവരും കൂടി ചോദിക്കുമ്പോൾ എത്രമാത്രം മറുപടി പറയുമെന്ന് അറിയില്ല. ഒരുമാതിരി, അതായത് ഒരു വിന്നർ ആണ് എന്നൊരു പരിഗണനയൊന്നും അവർ കൊടുക്കുന്നില്ല. അവർ കളിയാക്കിക്കൊണ്ട് പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നു. അനുമോളൊക്കെ അതിന് ആൻസർ പറയുന്നുണ്ട്. അവസാനം അനുമോൾ ഒരു ആൻസർ പറഞ്ഞു, അത് നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. അതെല്ലാവർക്കും കൊണ്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണ് ചോദിച്ചത്, എന്തൊക്കെയാണ് അനുമോൾ പറഞ്ഞത് നമുക്ക് നോക്കി നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ അവർ ചോദിക്കുന്നത്, ഹായ് അനുമോളെ, കളിയാക്കിക്കൊണ്ടാണ് കേട്ടോ. അനീഷേട്ടൻ തേച്ചു എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പ്രശ്നം ഇതാണ്, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയുമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പം തന്നെ എല്ലാവരും കളിയാക്കിച്ചിരിക്കുന്നു കേട്ടോ. അല്ല, അനീഷേട്ടനെ കുറിച്ച് എന്താ പറഞ്ഞത് അവിടെ? അങ്ങനെ ഇവരൊക്കെ കേട്ടതാണ്. എന്നാലും അനുമോളുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഗിഫ്റ്റ് ഒന്നുമില്ല അനുമോളെ എന്ന് ചോദിക്കുന്നുണ്ട്. ഗിഫ്റ്റൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് ഒന്നുമില്ലേ? ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ്. പിന്നെ മാമന് മേടിച്ചൊരു കുപ്പിയുണ്ട്, അത് വേണോ? അതെടുക്ക് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനുമോൾ പറയുന്നത്, ഞാൻ ഭയങ്കര ക്ഷീണത്തിലാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് ദുബായിൽ ഇത്രയും നാളും അവിടെ ആയിട്ട് എനിക്ക് ക്ഷീണിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെയെങ്കിലും റൂമിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് അനുമോൾ വന്നിരിക്കുന്നത്. ക്ഷീണത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ് മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ ഈ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. അനുമോളെ ഒന്ന് കോഴിയാക്കുന്നതും കളിയാക്കണതും, അതായത് ഒരു ഡിഗ്രി, ഒരു അന്തസ്സോ അല്ലെങ്കിൽ ഒരു ബഹുമാനോ ഒന്നും കൊടുക്കാതെ ഒരു ഇങ്ങനെ കളിയാക്കി വട്ടം കറക്കുന്ന ആ വോയിസ് നമുക്കൊന്ന് കേൾക്കാം. അതിന് തേച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പ്രശ്നം ഇതാണ്, പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയും. അനുമോള ചേച്ചി അനുമോൾ ഒന്നേ കാര്യം ചോദിക്കാനാ. ഞങ്ങൾക്ക് ഗിഫ്റ്റ് ഒന്നുമില്ലേ? അതൊക്കെ അറിഞ്ഞു വന്ന് അവിടെ ഒരു ബൈറ്റ് വന്നിട്ടോ. കേട്ടില്ലേ ഇവരുടെ ഒരു ചിരിയും പരിഹാസവും, പട്ടിനെ വിളിക്കുന്ന പോലെ, ഒന്നും വന്നേ ഒരു ബൈറ്റ് തന്നിട്ട് പോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കലും. അനുമോള് അതിനൊക്കെ അനുസരിക്കുന്നുണ്ട് കേട്ടോ. മാസ്ക് താഴ്ത്തു എന്നൊക്കെ പറയുമ്പോൾ താഴ്ത്തുന്നുമുണ്ട്. പക്ഷെ അത്രയും ക്ഷീണിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ദുബായൊക്കെ എങ്ങനെ? ദുബായൊക്കെ പോയിട്ട് അടിപൊളി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അനീഷേട്ടൻ്റെ കാര്യങ്ങൾ എന്താ? അപ്പോൾ എന്നോടൊന്നും ചോദിക്കണ്ട, എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പോയിക്കോ, അനീഷേട്ടന് ഇപ്പോൾ ഒരു പ്രോബ്ലവും ഇല്ല എന്ന് പറഞ്ഞ് അനുമോള് പോകുന്നുണ്ട് കേട്ടോ. ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവരും ഭയങ്കര ചിരിയിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചോദിക്കട്ടെ, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പൈസയൊക്കെ വന്നോ അനുമോളെ ചോദിക്കട്ടെ. അപ്പം അനുമോൾ ഇങ്ങനെ ദേഷ്യത്തിൽ അവരെ നോക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ആ വോയിസ് ഒന്ന് കേട്ടിട്ട് വരാം കേട്ടോ. അതെ, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുൾ പേയ്മെന്റ് അക്കൗണ്ടിൽ വന്നോ? പൈസ തന്നാ മതി. എന്തൊക്കെ അറിയണം? അല്ല, അനീഷേട്ടന് 1 ലക്ഷം രൂപ തന്നെ കിട്ടി. 10 ലക്ഷം അനുമോൾക്ക് കിട്ടോ? എനിക്ക് നല്ല പലർക്കും പുറമെ പലതും തോന്നും, പക്ഷെ നേരിൽ കാണുമ്പോ ആണ് എല്ലാം മനസ്സിലാവുന്നത്. ഇതാണ് എല്ലാവരുടെ മനുഷ്യരുടെ സ്വഭാവം. ചേട്ടാ, ദുബായിൽ വിളിച്ചാൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇത്രയൊക്കെ നിന്ന് കളിയാക്കിയിട്ടും എന്തിനാണ് അനുമോൾ ഇവർക്ക് ആൻസർ കൊടുക്കുന്നത്? ഇവർക്ക് ആൻസർ കിട്ടാനല്ല, വെറുതെ അനുമോളെ ഒന്ന് തട്ടിക്കളിക്കുകയാണ്. ഒരു കളിപ്പാവയായിട്ട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുബായിൽ ഇനി പോകുന്നുണ്ടോ? എന്താ അനുമോൾക്ക് ഇനി പോയാൽ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയില്ലേ പോകാണ്ട് വെറുതെ നമ്മൾ പോകുന്നില്ലല്ലോ ദുബായിലേക്ക്. അപ്പോൾ പിന്നെ പറയുന്നുണ്ട്, കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, ആ സിബൊക്കെ ഒന്ന് പൂട്ട് കിട്ടോ അനുമോളെ, പൈസയൊക്കെ പോകും എന്ന് പറയുന്നുണ്ട്. പുറത്തേക്ക് പൈസ പോകും പോലും. അതൊക്കെ ഒരു വെച്ച് പറയണതാണ്. പക്ഷെ അനുമോൾക്ക് അത് മനസ്സിലാവുന്നത്. അനുമോൾ വേഗം സിബ് നോക്കുന്നു, പൂട്ടാൻ നോക്കുന്നു. എന്താണ് നടക്കുന്നത്? അനുമോളൊരു കാര്യം ചോദിക്കട്ടെ.
ഈ നമുക്ക് കാറ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അതെന്നാ ഡെലിവറി ആവാ? ഞാൻ ചേട്ടനെ അറിയിക്കാം. എങ്ങനെ അറിയിക്കും? എന്താ അറിയിക്കാം? നമ്പറില്ല എന്റെ. എനിക്കില്ലാത്ത പ്രശ്നമാണ് ചേട്ടന്. അല്ല ഞങ്ങൾക്ക്, അല്ല അനുമോളുടെ ആരാധകർ ഇങ്ങനെ കമന്റിൽ ചോദിക്കുന്നുണ്ട്, എന്നോട് ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞു. അനുമോളെ സ്നേഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഐ ലവ് യു. ഭയങ്കര സ്നേഹം മാത്രം. അല്ലേ, ബിഗ് ബോസിന് ശേഷം ആദ്യമായിട്ടല്ലേ പോണതല്ലേ വിദ്യാറായതിനു ശേഷം ദുബായിൽ പോകുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ ഒരു സ്വീകാര്യത? നന്നായിരുന്നു. ഈ ഷെയ്ഖിന്റെ കൂടെ ഒക്കെ നിന്നിട്ട് ഷെയ്ഖ് ഞങ്ങളെ ചെയ്യാറുള്ള കുറച്ച് വീഡിയോ കണ്ടിട്ടായിരുന്നു. ഷെയ്ഖ് ഒക്കെ എന്ത് പറയുന്നത്, കണ്ടായിരുന്നു അവര് വീഡിയോ ഒക്കെ? ചേട്ടന് ഷേക്ക് വേണോ? ഷാർജ ഷേക്ക് വല്ലതും വേണോ? അതല്ലേ ഷെയ്ഖ്. ആ ഷേക്ക്. കണ്ടില്ലേ, നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾ ഷെയ്ഖ് PR-ന്റെ വീഡിയോ ഒക്കെ കണ്ടിരുന്നോ എന്ന് ചോദിച്ച് കളിയാക്കുകയാണ്. അപ്പോൾ അനുമോൾക്ക് മനസ്സിലായ സംഭവം. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ ഏതാ ഷെയ്ക്ക് വേണോ, ഷാർജ ഷെയ്ക്ക് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനുമോൾ ആക്കി ചോദിച്ച് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചോദിക്കും, ചിലർ നല്ല ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ചിലരിങ്ങനെ ആക്കി ചിരിച്ച് മതിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക അനുമോളെ. അത് കഴിഞ്ഞ് നോക്കിക്കോട്ടെ, അവസാനമായിട്ട് അനുമോളുടെ കയ്യിൽ കുറച്ച് ബാൻഡ്സ് ഇട്ടിട്ടുണ്ട്. അതായത് ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്, മുടിയുമൊക്കെ ഇടുന്ന ബാൻഡ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ ബാൻഡ്സ് ഇട്ടിരിക്കുന്നത്? ഓ, ഞങ്ങൾ വിചാരിച്ചു നീ കണ്ണ് തട്ടാതിരിക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ എന്താണ് ആ പാവയിൽ കൂടോത്രം എന്നൊക്കെ ചെയ്തിട്ട് അല്ലേ കൊടുത്തു വിട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനൊരു വെച്ച് പറയണതാണ് അവർ. ഈ ബാൻഡ്സിലും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണോ ഇത്രയൊക്കെ കൈമ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അതിനു വേണ്ടി കളിയാക്കുന്നുണ്ട് കേട്ടോ. ആ വോയിസ് കൂടി നമുക്ക് കേൾക്കാം. എന്തിനാ? മതി 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 മതി. അതെ, കയ്യിലെന്താ? അതെന്താ കയ്യില്? എനിക്ക് എന്തൊക്കെ അറിയണം? അല്ല, ഇത് കണ്ടിട്ടായിരിക്കാൻ വേണ്ടിട്ടാ. ഹായ് ജിൻഡോ, ഹായ് ജിൻഡോ. ജിൻഡോ ശരി ശരി. ഹായ് ജിൻഡോ എന്നൊക്കെ പറഞ്ഞ അവസാനം എല്ലാം കളിയാക്കി ഊപ്പാട് വരുത്തിയിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. ഇപ്പോൾ ജിൻഡോൻ്റെയും അനുമോളുടെയും PR ഒന്നാണല്ലോ. അപ്പോൾ പിന്നെ അവർ ഇരിക്കുന്ന വ്യക്തിയുടെ പേര് ജിൻഡോ എന്നായിരിക്കാം, പക്ഷെ അവർ ജിൻഡോ എന്ന് വിളിക്കുന്ന വിളി നിങ്ങൾ കേട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ വോയിസ്, ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, കുറച്ച് പേര് അതിൽ നന്നായി കളിയാക്കി വെറുതെ മടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ വോയിസ് കണ്ട് നിങ്ങൾക്കിത് തോന്നുന്നില്ലേ? ഇവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അതിന് അനുമോൾക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അനുമോൾ അസ്ഥാനത്ത് മറുപടി കൊടുത്തിരുന്നത്. പിന്നെ അവസാനമായിട്ട് അനുമോൾ ഒരു ആൻസർ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടാ നാളെ മാളയിൽ എനിക്ക് പ്രോഗ്രാം ഉണ്ട്, പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമല്ലേ എന്ന് ചോദിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? അത് കാർ അടയ്ക്കാൻ പോകുമ്പോഴേ ചോദിക്കുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടോ? ഭാര്യയും മക്കളും സുഖമാണോ? അതൊക്കെ ഒന്ന് അന്വേഷിക്കണം കേട്ടോ. എൻ്റെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ച് നടന്നാൽ പോരാ, സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ആദ്യം ചെയ്യുക, എന്നിട്ട് വേണം നാട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ ഡോർ അടയ്ക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം അവസാനം അങ്ങനെ ഒരു മറുപടി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ശരിക്കും ഇവരൊക്കെ കൂടി അനുമോളെ ഊക്കി വിട്ടതാണ് എന്ന് പറഞ്ഞേനെ. ഓക്കെ, താങ്ക് യു.